ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു രാഷ്ട്രപതി. നിലവിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സദാനന്ദൻ. CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ 2 കാലുകളും നഷ്ടമായ നേതാവാണ് സദാനന്ദൻ മാസ്റ്റർ. വിവരങ്ങളുമായി ആദിൽ പാലോടും VS രഞ്ജിത്തും തത്സമയം ചേരുന്നുണ്ട്. ആദിൽ പാലോടിലേക്ക്. ആദിൽ, എപ്പോഴാണ് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? അത് നല്ല നീക്കമാണ്. പ്രത്യേകിച്ച് CPM ആക്രമണത്തിൽ ഒരു രക്തസാക്ഷി എന്ന നിലയിൽ BJP ജീവിക്കുന്ന രക്തസാക്ഷി എന്ന നിലയിൽ BJP അവതരിപ്പിക്കുന്നയാളാണ് സദാനന്ദൻ മാസ്റ്റർ. നിലവിൽ വൈസ് പ്രസിഡന്റാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ആദിൽ പാലോട്? സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് ഇപ്പോൾ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രപതിക്ക് നോമിനേഷനുള്ള കോട്ടയുണ്ടല്ലോ, അതിലേക്കാണ് ഇപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. 4 വേക്കൻസികൾ ഉണ്ടായിരുന്നു. ഈ 4-ൽ ഒരാളായി സദാനന്ദൻ മാസ്റ്ററെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തുടരുകയാണ്. ഇപ്പോൾ പുനഃസംഘടന നടത്തിയപ്പോഴും വൈസ് പ്രസിഡന്റായി തുടർന്ന ഒരാളാണ് സി സദാനന്ദൻ മാസ്റ്റർ. CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ കണ്ണൂരിൽ നിന്നുള്ള നേതാവിന് 2 കാലുകളും നഷ്ടമായിരുന്നു. ചെറുപ്പകാലത്താണ്, 20കളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രായത്തിലാണ് ഈ 2 കാലുകളും ഈ ആക്രമണത്തിൽ നഷ്ടമാകുന്നത്. വധശ്രമം ഉണ്ടായിരുന്നു. ആ രൂപത്തിൽ ഒരു രക്തസാക്ഷി, അരുൺ പറഞ്ഞതുപോലെ തന്നെ CPM പ്രവർത്തകരുടെ ആക്രമണത്തിലെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി BJP എക്കാലത്തും ഉയർത്തിക്കാട്ടുന്ന നേതാവാണ് സദാനന്ദൻ മാസ്റ്റർ എന്നുള്ളതാണ്. 2016-ൽ കൂത്തുപറമ്പിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചിരുന്നു. 1994 ജനുവരി 25-നാണ് CPM പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായത്. 2 കാലുകളും നഷ്ടപ്പെട്ട നേതാവാണ്. പലപ്പോഴും BJP പല സ്ഥാനങ്ങളും നൽകണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചകൾ ഉയർന്നതാണ്. പാർലമെന്ററി സ്ഥാനങ്ങൾ നൽകണം, ഗവർണർ സ്ഥാനം നൽകണമെന്നതടക്കമുള്ള ചർച്ചകൾ പല തവണ ഉയർന്നിട്ടുള്ളതാണ്. ഏതായാലും പ്രവർത്തകരുടെയൊക്കെ പലതരം ആവശ്യങ്ങളും ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ആ ആവശ്യം എന്ന നിലയ്ക്ക് സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റു 3 പേരെയും പല മേഖലകളിൽ നിന്നായി 3 പേരെയും ഇപ്പോൾ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അരുൺകുമാർ, ഇതിൽ എനിക്കൊരു ഒരുപക്ഷെ ചരിത്രം ഓർമ്മിച്ചെടുത്താൽ KV സുധീഷിൻ്റെ കൊലപാതകം നടന്നത് ഓർമ്മിക്കുന്നുണ്ടാവും പ്രേക്ഷകർ. ഈ KV സുധീഷിൻ്റെ കൊലപാതകം നടന്ന ദിവസത്തിന് അതിന് പ്രേരകമായത് ഈ സദാനന്ദൻ മാസ്റ്റർക്കെതിരെയുള്ള ആക്രമണമാണ് എന്നാണ് ഞാൻ ഓർമ്മിച്ചെടുക്കുന്നത്. രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നു 94-ൽ ഈ KV സുധീഷിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സദാനന്ദൻ മാസ്റ്ററുടെ പേര് ആദ്യം കേൾക്കുന്നത്. കാര്യം KV സുധീഷ് കൊല ചെയ്യപ്പെടുമ്പോൾ അതിന് കാരണമായി എന്ന് പറഞ്ഞു കേട്ടിരുന്നത് സദാനന്ദൻ മാസ്റ്ററെ CPM പ്രവർത്തകർ ആക്രമിച്ച് 2 കാലുകളും വെട്ടിയെരിഞ്ഞതിലുള്ള വിരോധമാണ് അന്ന് സുധീഷിനോട് തീർത്തത് എന്ന തരത്തിലാണ് നമ്മൾ കേട്ടത്. പിന്നീട് സദാനന്ദൻ മാസ്റ്റർ സ്ഥാനാർത്ഥിയാവുന്നു. പിന്നീട് ഇപ്പോൾ BJPയുടെ വൈസ് പ്രസിഡന്റായിട്ട് നേരത്തെയും ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ കാണാം ഈ നീക്കത്തെ, രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, ഇത് കൃത്യമായി RSSന്റെ ഒരു ഇടപെടൽ എന്ന രീതിയിൽ തന്നെ കണക്കാക്കാം. കാരണം BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിനേക്കാൾ കൂടുതൽ RSSന് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് സദാനന്ദൻ മാസ്റ്റർ. 1994 ഒരു ജനുവരി മാസത്തിൽ 25-ാം തീയതിയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ തീയതിയിലാണ് ഈ പറയുന്ന സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ 2ഉം വെട്ടിമാറ്റപ്പെടുകയും അത് CPM പ്രവർത്തകരായ 7 പേരാണ് പ്രതി ചേർത്തിട്ടുള്ളത്. അവർക്കെതിരായിട്ടുള്ള കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു അവരുടെ ഈ ശിക്ഷാവിധിയൊക്കെ ശരിവെച്ചുകൊണ്ടൊരു ഓർഡർ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അപ്പീൽ പരിഗണിച്ചുകൊണ്ട് വന്നിരുന്നു. ഏതായാലും സദാനന്ദൻ മാസ്റ്റർ RSSന്റെ ജില്ലാ സഹകാര്യവാഹമായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ RSSന്റെ കണ്ണൂർ ജില്ലാ ചുമതലയുണ്ടാകുന്ന സമയത്താണ് ഈ കാലുകൾ വെട്ടിമാറ്റപ്പെടുകയും ആക്രമണത്തിന് ഇരയാവുകയും ചെയ്യുന്നത്. അതിനുശേഷവും അദ്ദേഹം RSSന്റെ തന്നെ ചുമതലയിലായിരുന്നു. BJP KS സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP വന്നപ്പോഴാണ് സദാനന്ദൻ മാസ്റ്റർ BJPയുടെ ചുമതലയിലേക്ക് വരികയും BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി മാറുകയും ചെയ്യുന്നത്. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴും സദാനന്ദൻ മാസ്റ്ററെ നിലനിർത്തി. അതും RSS നോമിനിയായി തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ BJPയുടെ പട്ടികയിൽ വരികയും BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി നിലനിൽക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഒരാളെ തന്നെ സംഘടനയ്ക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഭാഗവും അദ്ദേഹത്തിൻ്റെ കാലുകൾ ഉൾപ്പെടെ അംഗവൈകല്യം സംഭവിക്കാനിടയായതൊക്കെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ്. അത്തരത്തിലുള്ള ആളുകളെ പരിഗണിക്കുക എന്നുള്ളൊരു സന്ദേശം കൂടി സദാനന്ദൻ മാസ്റ്ററെ MP ആക്കുന്നതിലൂടെ കണക്കാക്കുന്നുണ്ട്. ഏതായാലും BJP മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം സംഘടനയ്ക്കകത്തുള്ളവരെ പരിഗണിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും. കാരണം സംഘടനയ്ക്ക് പുറത്തുള്ളവരെ പലരെയും BJP MP ആയി പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തെ പരിഗണിച്ചു, സുരേഷ് ഗോപിയെ നാമനിർദ്ദേശം ചെയ്തു, PT ഉഷയെ നാമനിർദ്ദേശം ചെയ്തു. അത്തരത്തിൽ സംഘടനയ്ക്ക് പുറത്തുനിന്ന് ആളുകളെ
ആളുകളെ നാമനിർദ്ദേശം ചെയ്യുകയും സംഘടനയുടെ ശക്തി സമൂഹത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ച് സമൂഹത്തിൽ പല ആളുകളെയും സംഘടനയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഒരു കാലത്തുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ഇത് വളരെ കൃത്യമായ സന്ദേശമാണ്. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും സംഘടനയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവർക്കും സംഘടന അവരെയും പരിഗണിക്കും എന്നുള്ളതാണ്. ഏറെക്കാലമായി BJP പ്രവർത്തകർ പറയാറുള്ളത്. പണിയെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ പ്രവർത്തകരാണെങ്കിൽ അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് സംഘടനയ്ക്ക് പുറത്തുള്ളവരാണെന്നുള്ള ആ ഒരു പരാതി ഇത്തവണ പരിഹരിക്കുക എന്നുള്ളത് കൂടിയായിരിക്കാം സദാനന്ദ മാസ്റ്ററെ പരിഗണിക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. വി സുജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരു പക്ക RSS കേഡറായി സ്വയം സേവക് സംഘ ആയി പ്രവർത്തിക്കുന്ന മാസ്റ്ററാണ് സദാനന്ദ മാസ്റ്റർ. സദാനന്ദ മാസ്റ്റർ അന്ന് അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടാവുന്നു. അതിനുശേഷം സദാനന്ദ മാസ്റ്റർ പിന്നീട് BJP സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് രാജ്യസഭയിലേക്ക്. RSSന്റെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. RSSന്റെ കറ കളഞ്ഞ ഒരു സ്വയം സേവകനാണ് സദാനന്ദൻ മാസ്റ്റർ. ഇപ്പോൾ BJP നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് രാജ്യസഭയിലേക്ക്.